ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പവർ ഓഫ് അൺഹുക്കിനെ കുറിച്ചും പവർ ഓഫ് കൺട്രോൾ ഓഫ് യുവർ മൈൻഡിനെ കുറിച്ചാണ്. ചില സമയത്തൊക്കെ നമുക്ക് ഒത്തിരി മെസ്സേജുകളും അതുപോലെ തന്നെ ചില ഇമെയിലുകൾ അല്ലെങ്കിൽ ചിലരുടെ വാക്കുകളൊക്കെ നമ്മുടെ മൈൻഡ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണലി ഒക്കെ കൺട്രോൾ ചെയ്യാറുണ്ട് അല്ലെ. ആ സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മളുടെ ഇമോഷണലെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ അല്ല എന്നുള്ളൊരു തോന്നലുകൾ നമുക്ക് വരാറുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ വേദനിപ്പിക്കുന്നതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ടേക്കുന്നത്. അതിന്റെ ആവശ്യമില്ലെന്നേ. നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ നിങ്ങൾക്ക് തന്നെയുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഓരോരുത്തരെയും അറിയാതെ നിങ്ങൾക്ക് മാത്രമാണ്, മറ്റുള്ളവർക്കല്ല. അപ്പൊ അവരൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന്റെ പേരിൽ സങ്കടപ്പെട്ടോ വേദനിച്ചോ ഇരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. അവർക്ക് നിങ്ങൾ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ മൂലോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷണൽ ബർഡൻ ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ അടുക്കല് മോശമായിട്ട് പെരുമാറിയോ അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുകയോ ചെയ്തത്. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ അത് ചിരിച്ച് പുഞ്ചിരിയോടുകൂടി അത് തള്ളിക്കളയാനായിട്ട് ശ്രമിക്കുക. അവരുടെ അവസ്ഥ കൊണ്ടാണല്ലോ ഇത് പറഞ്ഞതെന്ന് ഓർത്തിട്ട് അതങ്ങ് വിട്ടുകളയുക, ക്ഷമിക്കാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് ചില ഫ്രസ്ട്രേഷൻസോ അല്ലെ ചില ഇമോഷണലോ നിങ്ങളെ ഒത്തിരി മെന്റലി നിങ്ങളെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു സേ നോ. എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യില്ല, എനിക്കിത് ചെയ്യുന്നത് എന്റെ മെന്റലി എനിക്ക് അത് അഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാനായിട്ട് ശ്രമിക്കാം. എന്നിട്ടും നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെസ്സേജുകളൊക്കെ അങ്ങ് ബ്ലോക്ക് ചെയ്തോളുകാന്നേ, അല്ലെങ്കിൽ ആ ഒരു വോയിസ് ക്ലിപ്പുകളൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്യുകാന്നേ. അല്ലെങ്കിൽ എല്ലാ മെസ്സേജുകൾക്കും എല്ലാ വോയിസ് ക്ലിപ്പുകൾക്കും എല്ലാ ഇമെയിൽസുകൾക്കും ഒക്കെ നമ്മൾ റിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ നിങ്ങളുടെ വർക്ക് പ്ലേസിലാണ് നിങ്ങൾ ഈ ഒരു ഇമോഷണലി ഈ ഒരു ബർഡൻ അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളെ മറ്റുള്ളവരാൾ കൺട്രോൾ ചെയ്യുന്നതായിട്ട് തോന്നണമെങ്കിൽ ഫസ്റ്റ് അവരോട് തന്നെ ഒന്ന് സംസാരിക്കുക. നിങ്ങളുടെ ഈ സംസാര രീതി എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇൻ കേസ് അത് പറ്റില്ലെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് നോക്കുക. അവരുടെ സൂപ്പർവൈസറോട് പറയുക. അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ചെയ്യുക, അൺബ്ലോക്ക് ചെയ്യുക, പവർ ഓഫ് അൺഹുക്ക് ചെയ്യുക. ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. അൺഹുക്ക് ഈസ് റിയലി ഇമ്പോർട്ടന്റ്. ഇത് പറയാനായിട്ട് വേറൊരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് ചെയ്ത ഒരു വ്യക്തിയായിട്ടുള്ളതായിരുന്നു. 37 വർഷം ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഒരു ഫ്രണ്ടുമായിട്ട് തന്നെ അങ്ങ് ഹുക്കായി കിടക്കുകയായിരുന്നു. ആ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് 37 വർഷം ജീവിച്ച ആളിപ്പോ ഒന്ന് കുറച്ച് നെഗ്ലക്ട് ചെയ്യുക, കുറച്ച് സമയം ആളിൽ നിന്ന് മാറി കഴിയുമ്പോഴത്തേക്കും ആകെ ഒരു വിഷമാണ്. അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് ആൾ പോയപ്പോഴത്തേനും അങ്ങ് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ സ്നേഹിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല, എനിക്ക് ആരുമില്ല, ഞാൻ ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു തോട്ടാണ് ഈ ഒരു ഈ ഒരു അറ്റംപ്റ്റിലേക്കൊക്കെ ആളെ കൊണ്ട് ചെന്ന് എത്തിച്ചത്. പക്ഷെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്കുള്ള ജേണിയിൽ പാരാമെഡിക്സിന്റെ സംസാരം അതുപോലെ തന്നെ നേഴ്സുമാരുടെ കുറച്ച് ഇടപെടൽ കാരണവും ആളുടെ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ ചേഞ്ച് ചെയ്തു. എന്നെ സ്നേഹിക്കാനും എന്നെ മനസ്സിലാക്കാനും ഈ ഒരു വ്യക്തി മാത്രമല്ല എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വരികയും ഇനി ഞാൻ ഒരിക്കലും ഈ ഒരു സില്ലി തോട്ട് എന്റെ മനസ്സിലേക്ക് വരിക പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ആളിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്ചാർജ് ആവുകയൊക്കെ ചെയ്തത്. അപ്പം ചില കേസുകളൊക്കെ നമ്മളങ്ങ് ഹുക്കായിരിക്കുന്ന അൺഹുക്ക് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ ഡു ഇറ്റ്. നിങ്ങളുടെ മൈൻഡിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരുടെ ഒരു ഇമോഷണൽ അനുസരിച്ച് നീങ്ങുന്ന ഒരു കളിപ്പാവകളായിട്ട് നിങ്ങൾ മാറാതെ ബി ബോൾഡ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.